എൻ്റെ മക്കളെ, അപ്പോഴും ഈ ജോലി കിട്ടുക അല്ലെങ്കിൽ രോഗം മാറുക എന്നുള്ള കൊച്ചു പരിപാടികളെക്കാളും ദൈവവുമായി സംയോജിച്ച് ദൈവവുമായി ജീവിച്ച് ദൈവത്തിൻ്റെ വചനം നിറവേറ്റി ദൈവവുമായി ഒരു മനസ്സും ഒരു ആത്മാവുമായി തീരുന്ന വലിയ വളർച്ചയിലേക്കാണ് എൻ്റെ മക്കൾ ഉടമ്പടിയിലൂടെ ലക്ഷ്യം വെക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ നിബന്ധനകള് വാഗ്ദാനം പ്രാപിക്കാൻ നിറവേറ്റുക വഴി ജെറമിയ 11:5-6 പാലിച്ചുകൊണ്ട് കർത്താവേ എന്നെ വളർത്തണമേ, നിന്റെ മനസ്സറിയാൻ എന്നെ വളർത്തണമേ. ഈ നിബന്ധനകളെന്ന് പറയണത് എന്തുമാത്രം സീരിയസ് ആണെന്നറിയാവോ? കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈശോ എന്നാ പറഞ്ഞത്? ഈശോ ഇത് പറയുന്നുണ്ട്. ഈശോ എന്നാ പറയണത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിലെ നിറവേറ്റുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ നിന്നിൽ വസിക്കുകയും എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പം നിബന്ധനകൾ നിറവേറ്റുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? കർത്താവിൻ്റെ വാക്ക് പാലിക്കാൻ. കർത്താവ് വാക്ക് പാലിക്കേണ്ടത് എങ്ങനെയാ? കർത്താവിനെ സ്നേഹിക്കുന്നവരാണ് എൻ്റെ മക്കളെ. ഉടമ്പടി നിങ്ങളെ നിബന്ധനകൾ നിറവേറ്റുമ്പോൾ നിങ്ങൾ ഒരു നിയമം പാലിക്കുകയല്ല ചെയ്യണത്, മറിച്ച് ദൈവത്തെ സ്നേഹിക്കുകയാണ് ചെയ്യണത്. അപ്പം എൻ്റെ ഉടമ്പടിയുടെ സ്പിരിറ്റ് ഓഫ് കവനൻ്റ് എന്താണെന്ന് അറിയണം. യോഹന്നാൻ 14:21 ഒന്ന് പറഞ്ഞേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുമ്പോൾ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. അങ്ങനെയുള്ള വെളിപാട് സംഭവങ്ങളാണ് ഈ പ്രത്യക്ഷീകരണമായിട്ട് സംഭവിക്കുന്നത്, ഇല്ലേ? അതായത് ലീലാസ്വപ്നം കണ്ടതും അവസാനം വിസ എക്സ്പയർ ആയ മകൻ മുസ്ലിം സ്ത്രീയുടെ രൂപത്തിൽ കണ്ടതും എല്ലാം ഒരുതരം എപ്പിബനികളാണ്. എന്താണ്? പ്രത്യക്ഷീകരണങ്ങളാണ്. ഉടമ്പടി വലിയ പ്രത്യക്ഷീകരണങ്ങളിലേക്കുള്ള ദൈവത്തിൻ്റെ ക്ഷണമാണ്. കൈ അടിച്ച് കർത്താണ്. ഉടമ്പടി ചെയ്ത എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഇപ്പോൾ വിവിധ ഭൂഖണ്ഡങ്ങളിൽ പ്രാർത്ഥിക്കുന്നവര് അവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. കർത്താവേ, ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ പുതിയ അനുഭവത്തിലേക്ക്, പ്രത്യക്ഷീകരണ അനുഭവത്തിലേക്ക്, ദൈവിക ദർശനങ്ങളിലേക്ക്, മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ആമേൻ ദൈവപുത്ര, ആമേൻ സർവശക്ത നിത്യപിതാവേ. കരങ്ങൾ ഉയർത്തി. ആമേൻ യേശുനാഥ, ആമേൻ ദൈവപുത്ര, ആമേൻ സർവശക്ത നിത്യപിതാവേ. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, സാമ്പത്തിക ഞെരുക്കമുള്ളവര്, കടഭാരത്തിൽ കഴിയുന്നവര്, രോഗാതുരമായ അസുഖത്തിൽ കഴിയുന്നവര്, വിട്ടുമാറാത്ത രോഗം കഴിയുന്നവര്, ജപ്തി നടപടിക്ക് വിധേയമാകുന്നവര്, കേസിൽ കുടുങ്ങി കിടക്കുന്നവര്, തെറ്റായ പ്രേമബന്ധങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവര്, കർത്താവേ, സന്താനമില്ലാത്തവര്, ഭവനമില്ലാത്തവര്, ഹല്ലേലൂയ, എല്ലാവരെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ജയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ചെയ്ത ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ അമ്മ വഴി ഈശോടാണല്ലോ ഞങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വിജയം നൽകണമേ. സെഫാനിയ 3 വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ കൂടെയുണ്ട്. ഞങ്ങൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. എല്ലാവരും നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. എല്ലാവരും മാറാരോഗങ്ങൾ
മാറിപ്പോകല്ലേ. അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ ഏറ്റുപാടാം. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ. അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എൻ്റെ തേരു തെളിക്കാം. ആമേൻ. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എൻ്റെ തേരു തെളിക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ ഇന്നു തറയ്ക്കാം. ആമേൻ. പോരടിക്കും ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ ഇന്നു ധരിക്കാം. കരങ്ങൾ ഉയർത്തി. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. Glory Jesus. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകല്ലേ. അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ. അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു മോളെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ഇത് കൃപാസനത്തിൻ്റെ ഒരു ഗാനമാണ്, അഭിഷേക ഗാനം. നമ്മൾ സ്ഥിരമായി പാടുന്ന പാട്ടാണത്. എന്താണ്? നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടൊത്ത് ജീവിക്കാൻ. എവിടെയെങ്കിലുമൊക്കെ ഒരു പരാജയവും മനസ്സിടിവോ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ 4 പേര് ഓർത്ത് വെക്കണം. അതുകൊണ്ടാണ് യൂട്യൂബിലേക്ക് ഈ സംഭവം ഇപ്പോൾ വീണ്ടും പാടി കയറ്റണത്. എന്തിനാണ്? നമ്മൾ ജയിക്കും. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. ജീവിത പ്രതിസന്ധികള്, ജീവിത ദുരിതങ്ങള്, കടഭാരങ്ങള് എല്ലാത്തിന്റെ മേൽ ഈശോ ഇതാ വിജയം നൽകുകയാണ്. അമ്മയുടെ വാദശക്തിയാൽ ഉടമ്പടിയെടുത്ത എല്ലാ മക്കൾക്കും ജീവിത വിജയം നൽകുന്നു. കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. എല്ലാവരും നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. സന്തോഷരിയായി നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ. അമ്മയോടൊപ്പം ആരാധിക്കും. മാറാരോഗങ്ങൾ മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ. അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ സൈന്യാധിപേ, കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് സൈന്യാധിപേ, മണ്ണിൽ എൻ്റെ തേരു തെളിക്കാം. ആമേൻ, ആമേൻ. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എൻ്റെ തേരു തെളിക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ ഇന്നു തറയ്ക്കാം. ആമേൻ. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ ഇന്നു തറയ്ക്കാം. നമ്മൾ ജയിക്കും, കരങ്ങൾ ഉയർത്തി. ധരിക്കും, അമ്മയോടൊപ്പം അമ്മയോട് കൂടെ ജോലിക്കും. ഹല്ലേലൂയ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. ആമേൻ. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ. അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ ജീസസ്. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ. അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരനും ആദ്യമേ തന്നെ നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. എൻ്റെ പേര് ബ്ലസൻ, എൻ്റെ ജീവിത പങ്കാളി ഗ്രീനി, മകൻ കെവിൻ. ഞങ്ങൾ UK നിന്നാണ് വരുന്നത്. ധ്യാനം പിന്നെ ജപമാല റാലി പങ്കെടുക്കുവാനായിട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ എത്തിച്ചേർന്നത്. അതിനോടൊപ്പം തന്നെ ഈ അവസരത്തിൽ എനിക്ക് സാക്ഷ്യം പറയുവാനും അവസരം ലഭിക്കുകയുണ്ടായി. ഞാൻ UK സമയത്തിൽ നമ്മൾ എല്ലാവർക്കും അറിയാം, അവിടെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ. എനിക്കവിടെ ഒരു പ്രൈവറ്റ് കെയർ ഹോമിലാണ് ആദ്യമായിട്ട് ജോലി ലഭിക്കുന്നത്. ഏതാണ്ട് 1 വർഷക്കാലം ഞാൻ അവിടെ ചെയ്യുമ്പോൾ ഒരു ഇൻ്റർവ്യൂ അവിടുത്തെ NHS മിനിസ്ട്രിയിലേക്ക് വരികയുണ്ടായി. ഞാനതിന് അപ്ലൈ ചെയ്തു. സാധാരണഗതിയിൽ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ലഭിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമായിരുന്നു. അതുപോലെ 100 കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന, അതായത് നമ്മുടെ ഒരു ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഒരു കൗണ്ടി എന്ന് പറയാം, അവിടെ ആ കൗണ്ടി മുഴുവൻ പങ്കെടുത്തതായ ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ എനിക്കതിൽ ഷോർട്ട് ലിസ്റ്റിൽ വരികയും ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് 50 പേരോളം വന്ന ഒരാളിൽ ഞാനും ഒരാളായിട്ട് ഭാഗമാകാനായിട്ട് പരിശുദ്ധമ്മ എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ആ പ്രൈവറ്റ്, അത് ബാങ്ക് ഡ്യൂട്ടി എന്നാണ് നമ്മൾ പറയുന്നത്,
ബാങ്ക് ഡ്യൂട്ടി ആയിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത്. അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പെർമനൻ്റ് അല്ല, എവിടെ വേക്കൻ്റ് ഉണ്ടോ ആ സ്ഥലത്ത് പോയി പിക്ക് ചെയ്ത് ജോലി എടുക്കുക എന്നുള്ള ഒരു രീതിയാണ്. അങ്ങനെ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെർമനൻറ്റ് ഡ്യൂട്ടി ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 10 മിനിറ്റ് ദൂരത്തിലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊന്ന് വൈകിട്ട് ഇങ്ങനെ നടക്കാൻ പോകുന്ന സമയത്ത് ജീവിത പങ്കാളി ഗ്രീനി എപ്പോഴും പറയും, ഇവിടെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നിങ്ങനെ പറയാറുണ്ട്. അങ്ങനെ അവിടത്തേക്കൊരു വേക്കൻസി വരികയും ഞാൻ അതിനും ഈ പറഞ്ഞ മാതിരി വീണ്ടും അപ്ലൈ ചെയ്തു. അതും ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഞാൻ അവിടെ ഷോർട്ട് ലിസ്റ്റിൽ അവിടെയും ഞാൻ സെലക്റ്റായി. അവിടെ അതിലും ഞാൻ അവിടുത്തെ ഒരു പെർമനൻറ്റ് സ്റ്റാഫായിട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൃപയാൽ എനിക്കവിടെ സ്ഥിരമായിട്ട് ജോലി കിട്ടി. ഞാനിപ്പോൾ 1 വർഷമായിട്ട് അവിടെ സ്ഥിരമായിട്ട് NHSൽ ജോലി ചെയ്യുന്നു. ഞങ്ങളിവിടെ അവിടെയെന്നല്ല, എവിടെ പോയാലും ഞങ്ങൾ ഇവിടുത്തെ കൃപാസനത്തിലെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും തൈലവും എല്ലാം ഉപയോഗിക്കാറുണ്ട്. അത് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ എന്നും ഉപയോഗിച്ചിട്ട് മാത്രമേ ഏതൊരു സ്ഥലത്തേക്കും ഏത് കാര്യത്തിന് പോയാലും ഞങ്ങൾ പുറത്ത് പോകാറുള്ളൂ. അങ്ങനെ ദൈവമാതാവിൻ്റെയും പരിശുദ്ധ തിരുകുമാരൻ്റെയും കൃപയാൽ എനിക്കവിടെ ജോലി ചെയ്യുവാനായിട്ട് ഞാൻ മാത്രമേ ഒരു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലാണ്. അവിടെ ഞാൻ മാത്രമേ ഒരു ഓവർസീസായിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇംഗ്ലീഷുകാർ മാത്രമാണ്. അവരുടെ ആ ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓവർസീസിൽ നിന്ന് ഒരാളവിടെ സ്ഥിരമായിട്ടൊരു ജോലി ലഭിക്കുന്നത് തന്നെ. പിന്നെ അങ്ങനെ നിരവധിയായ അനുഭവങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ ലഭിക്കുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ 2-3 പ്രാവശ്യം ഞാൻ സൗദിയിൽ 24 വർഷം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ വളരെ ഈസി ആയിട്ട് എനിക്ക് അവിടെ കിട്ടും. ഞാൻ വളരെ ചെന്നൊരു വർഷം ഞാൻ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് വണ്ടി ഓടിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടുമെന്നുള്ള എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് കിട്ടുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ഞാൻ 3 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ഞാൻ ഇത്ര നന്നായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പം പിന്നെ 4-മത്തെ പ്രാവശ്യം വന്നപ്പം എനിക്കൊരു ലേഡിയാണ് എൻ്റെ ഇൻസ്ട്രക്ടറായിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും പറയുണ്ടായി, ലേഡി അവിടെ വന്നു കഴിഞ്ഞാൽ ലേഡി ഒരു മനുഷ്യർക്ക് അവിടെ ലൈസൻസ് കൊടുക്കുന്ന ഒരു ഇതല്ല. പക്ഷേ അന്ന് അവിചാരിതമായിട്ട് എൻ്റെ വൈഫും എൻ്റെ കൂടെ അന്ന് ഡ്രൈവിങ്ങിന് വരുന്ന സമയത്ത് വരികയുണ്ടായി. അപ്പം വൈഫിൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുകയാണ്, മാതാവായിരിക്കും ഇന്ന് വരുന്നത്, ടെസ്റ്റിന് വരുന്നതെന്നൊരു തോന്നലുണ്ടായി. അതുപോലെ തന്നെ ആ ലേഡിയാണ് എനിക്ക് അന്ന് ഇൻസ്ട്രക്ടറായിട്ട് കിട്ടിയത്. ഞാൻ ആ അറ്റംപ്റ്റിൽ പാസ്സായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞുണ്ടായി, ഇത്രയും നീ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന നിനക്ക് പിന്നെ എന്താണ് ഇത്രയും നാളായിട്ട് ലൈസൻസ് കിട്ടാതെ പോയതെന്ന്. അപ്പം ഞാൻ പറയുകയാണ്, നമ്മുടെ കഴിവുകൊണ്ടല്ല, അമ്മ മാതാവിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധ തിരുകുമാരൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിവിനാൽ ഒന്നും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരോടും പറയുകയാണ്. നമ്മൾ എത്രമാത്രം ദൈവത്തോട് ആഴപ്പെട്ട് ജീവിക്കുന്നോ അത്രമാത്രം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ദൈവം വേണ്ട കൃപകൾ അല്ലെങ്കിൽ മാതാവിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഈ അവസരം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ജീവിത പങ്കാളിയെ പറ്റി. കാരുണ്യപ്രവൃത്തി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പം ഞങ്ങളെല്ലാവരും ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഇവന് 18 ജസ്റ്റ് വയസ്സായതേ ഉള്ളൂ. അതുകൊണ്ട് അവന് ഉടമ്പടി എടുത്തില്ല. അടുത്ത വർഷം എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നു. പിന്നെ ഞങ്ങൾക്കൊരു മോളുണ്ട്, അവൾ ജോലി ചെയ്യുവാണ്, BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷേ മോളും പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾ 3 പേര് ഉടമ്പടിയിലുണ്ട്. പിന്നെ ഇവനും കഴിവുള്ള സമയത്തൊക്കെ ഞങ്ങൾ രാവിലെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ഒപ്പം വരികയും എടുക്കുകയും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം ഇവിടെ കിട്ടുമ്പോഴൊക്കെ വരുന്ന സമയത്ത് എല്ലാ വർഷവും വരുമ്പോൾ ഉടമ്പടി എടുക്കുമ്പം കിട്ടുന്ന പത്രങ്ങൾ ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് പോകുമ്പം പലയിടത്തായിട്ട് പലർക്കായിട്ടാണ് അത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ യൂട്യൂബിൽ അച്ഛൻ്റെ എല്ലാ ധ്യാനവും അതുപോലെ സാക്ഷ്യങ്ങളും ഞങ്ങൾ ഫുൾ ടൈം വേറെ ഒന്നും കാണാറില്ല. നേരത്തെയൊക്കെ നമ്മൾ സീരിയൽ അങ്ങനെയൊക്കെ കാണാനായിട്ട് വലിയ താല്പര്യമായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെയുള്ള ഒന്നും തന്നെ കാണാറില്ല. ഞങ്ങൾ 2 പേരും എല്ലായ്പ്പോഴും തന്നെ നമ്മൾ ഏത് ജോലി അടുക്കളയിൽ ജോലി ചെയ്യുവാണെങ്കിലും അല്ലാത്ത സമയത്തും നമ്മുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഞങ്ങൾ എല്ലായ്പ്പോഴും തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അങ്ങനെയൊക്കെ ഒരു ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വളരെയധികം വളരാൻ സാധിച്ചു. അതുപോലെ കുർബാനയൊക്കെ എപ്പോഴും ഞങ്ങൾ പോകുന്ന ആഴ്ചയിലൊക്കെ 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം ഞങ്ങളുടെ ജോലി സമയം അനുസരിച്ച് ഞങ്ങൾ കുർബാനയ്ക്ക് കൂടുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ എല്ലാ മാസവും തന്നെ ഞങ്ങളുടേതായ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഓഹരിയെ ഇവിടെ വീട്ടിലുള്ളവരുടെ കയ്യിൽ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഓരോരുത്തരുടെ കാണാറുണ്ടല്ലോ ഇങ്ങനെ അസുഖമാണ് അങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെ ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു.
പിന്നെ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ സാധിച്ചെന്നുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിനൊരു ധൈര്യമാണ്. അത് മാതാവ് നമ്മുടെ എല്ലാ കാര്യവും നടത്തിത്തരും. ഞാൻ ഇവിടെ നിന്ന് UK പോകുന്നതിന് മുൻപ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ ആളാണ്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമാണ്, നിനക്ക് അപ്രാപ്യമായ പാറയിൽ നിന്നെ കയറ്റി നിർത്തും. അതുതന്നെയാണ് ഇന്നും എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ നടത്തിക്കൊണ്ടുപോകുന്ന ഓരോ വഴികളിലും ദൈവത്തിൻ്റെ കരങ്ങൾ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും വന്നാലും അത് ദൈവം നന്മയ്ക്കായിട്ടായിരിക്കും വരുത്തുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. ഞങ്ങൾ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ ഞങ്ങളുടെ ഒരു ആത്മീയ ജീവിതം കണ്ട് അവർക്കും ഒരു ആത്മീയമായിട്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ എല്ലായ്പ്പോഴും ഒരു കുടുംബ പ്രാർത്ഥന ചെല്ലാറുണ്ട്. അഥവാ കുടുംബ പ്രാർത്ഥനയ്ക്ക് അഥവാ സമയം കിട്ടി നമ്മൾ യാത്രയിലാണെങ്കിൽ പോലും എല്ലായ്പ്പോഴും കൊന്ത ചൊല്ലിക്കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോകാറുള്ളത്. മറ്റുള്ള സംസാരങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി ദൈവം ഞങ്ങളോട് അടുപ്പിച്ചു. അതുപോലെ ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ തന്നെ എല്ലാവരും എൻ്റെ നാത്തുമാർ, ആങ്ങളമാർ അങ്ങനെയൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി ഒരു ജീവിതം ഉടമ്പടി എടുത്തവരാണ്. എൻ്റെ അനിയത്തി, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ തന്നെ അങ്ങനെ ഞങ്ങളെ എല്ലാ വഴികളിലും ദൈവം തന്നാലാ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുകയാണ്. ഇങ്ങനെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് അത് മാത്രമാണ് ഞങ്ങളുടെ ഒരു ശക്തി. ഉടമ്പടി ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ എവിടെ പോയാലും, ഞാൻ ഈവൻ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ഞങ്ങളുടെ ബാഗിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടിയിൽ എപ്പോഴും ഇവിടുത്തെ ഉപ്പ് കാണും. ഇറങ്ങുമ്പം തൈലം പുരട്ടിയിട്ട് മാത്രമേ എവിടെ പോയാലും ഞങ്ങൾ പോവുകയുള്ളൂ. ആ ഉടമ്പടി ഉപ്പ് ഞങ്ങളെ വണ്ടിക്കകത്ത് പ്രാർത്ഥിച്ച മാതാവിൻ്റെ ഈ കാശുരൂപം പിടിച്ച് ആദ്യം തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും. എത്രയും ദൈവമാതാ അല്ലെങ്കിൽ അമ്മയെ പരിശുദ്ധമ്മ പ്രത്യക്ഷീണത്തിൻ്റെ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞങ്ങൾ വണ്ടി തന്നെ എടുക്കാറുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറുന്നതിന് സൈഡിലായിട്ട് ആരും ചവിട്ടാതെ എല്ലായ്പ്പോഴും ഒരു തുള്ളി ഉപ്പിട്ടിട്ട് മാത്രമേ ഞങ്ങൾ കയറുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി നമ്മൾക്ക് ജോലി സ്ഥലങ്ങളിലൊക്കെ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ അതെല്ലാം അമ്മ മാതാവ് തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് അതെല്ലാം തട്ടി നീക്കി വലിയ വലിയ അപകടങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങളെ ഒത്തിരി ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് പറഞ്ഞാൽ നമുക്കത് തീരുകയില്ല. ഈ ഉടമ്പടി തൈലം, ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾ ചെറുതും വലുതുമായത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് പലരും ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ അമ്മയെ ആയിരം ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും അമ്മയോടും തിരുക്കുമാരനോടും ആയിരം നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾ എന്നും ഈ ഉടമ്പടി ജീവിതം മാത്രമായിരിക്കും ഞങ്ങളുടെ ജീവിതമെന്ന് ഞങ്ങൾ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും മുന്നിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡെന്ന. ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത കർഗൂറ്റി ഫൊറോനയിൽ ഇടക്കുന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഡാഡിയുടെ രോഗസൗഖ്യ സാക്ഷ്യമാണ്. 2024 ജൂലൈ 15 ഡാഡിക്ക് HCC ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ ഡിറ്റക്റ്റ് ചെയ്തത്. AFP എന്ന് പറയുന്നൊരു വാല്യൂ ആണ് അതിൻ്റെ മെഷർമെൻറ്റ്. അത് 66,000 ആയിരുന്നു അന്ന്. അത് ഒരു ലാബിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വാല്യൂ ആയിരുന്നു ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. നോർമൽ ആൾക്ക് <10 ആണ് അതിൻ്റെ നോർമൽ വാല്യൂ. അപ്പോൾ ഇത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഒരു മരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററാണ് ആൾ. അപ്പോൾ ആൾ കൃപാസനത്തെ പറ്റി പറയുകയും ഉടമ്പടിയെ പറ്റി പറയുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ അന്ന് തൊട്ട് നമ്മളിങ്ങനെ അത് എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കേട്ട് വീഡിയോസൊക്കെ നോക്കി അറിഞ്ഞു തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് ആ മരുന്ന് കൊടുത്തെങ്കിലും ആ മരുന്നിന് ഈ 15 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മരുന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തായിരുന്നു 66,000 വാല്യൂ ആയിരുന്നെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ആ ഒരു വാല്യൂ കണ്ടത്. അത് അവർ 2 ടൈം ഡൈല്യൂട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഡബിൾ ആണെന്നാണ് അതിൻ്റെ മീനിങ് എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു വാല്യൂ ആണ് നമുക്ക് അന്ന് കിട്ടിയത്. അത് കഴിഞ്ഞ് ആണ് അന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഓൺലൈൻ ഉടമ്പടി ആദ്യം എടുത്തു. ഉടമ്പടിയിലൂടെ ഓഗസ്റ്റ് 1 തൊട്ട് ആ മരുന്ന് കഴിച്ചു തുടങ്ങി. ഓഗസ്റ്റ് 14 ആയപ്പോഴത്തേനും ആയിരുന്നു അടുത്ത അപ്പോയിൻമെൻറ്റ്. മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണം ഓഗസ്റ്റ് 15 അന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ സ്വർഗ്ഗാരോഹണത്തിന് മുന്നേ എന്തെങ്കിലും ഒരു അടയാളമായിട്ട് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു കുറവ് കാണിച്ചൊരു അടയാളം തരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും അത് 55,000 കുറഞ്ഞിരുന്നു. അപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് 40 mg 1 ടൈം നൈറ്റിൽ കഴിക്കാനായിട്ടുള്ളൊരു മരുന്നായിരുന്നു കഴിച്ചത്. പക്ഷെ നമ്മളന്ന് തെറ്റി കേട്ടിട്ട് 20 mg മോർണിംഗും നൈറ്റുമായിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ തെറ്റിയാണ്, ഞാൻ തന്ന മരുന്ന് നിങ്ങൾ തെറ്റിയാണ് കഴിച്ചിരിക്കുന്നത്, എന്നിട്ട് ഇത് കുറവുണ്ടെങ്കിൽ ഇത് കാണാറില്ല, വാല്യൂ കുറഞ്ഞതായിട്ട് തെറ്റി കഴിച്ചിട്ടും കുറഞ്ഞതായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അതോടുകൂടി മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ
നമുക്ക് മനസ്സിലായി. പിന്നീട് അടുത്ത ഡേറ്റ് പറയുന്നത് സെപ്റ്റംബർ 11 ആണ്. അന്ന് മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. ഉടമ്പടിയിലും നിയമങ്ങളെല്ലാം നമ്മൾ പാലിച്ചു പോന്നു. എന്നിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇതിന് മുന്നായിട്ട് നമ്മുടെ ആൻറ്റിമാരെല്ലാവരും ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ്. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഓഗസ്റ്റ് തൊട്ട് എല്ലാ മാസവും 1000 മണി കൊന്ത ഇവിടുന്ന് മേടിച്ച് കൊണ്ടുപോയിട്ട് അത് എല്ലാവരും കൂടെ ഒരുമിച്ച് മക്കളായാലും അവരുടെ മക്കളായാലും കുടുംബം ഒരുമിച്ച് അത് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 18 തുടങ്ങി ആ മാസത്തെ കൊന്ത ഞങ്ങൾ തുടങ്ങി. അങ്ങനെ 1000 മണി കൊന്ത അന്ന് ചൊല്ലി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് വരുന്നത് സെപ്റ്റംബർ 11 മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിനോടും അനുബന്ധിച്ച് പ്രാർത്ഥിച്ച് സെപ്റ്റംബർ 11 ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും അത് 3700 വാല്യൂ. ഡോക്ടറിന് തന്നെ അതിശയമായി. നിങ്ങൾ മരുന്നിൻ്റെ ഡോസേജ് തെറ്റിച്ചാണ് കഴിച്ചിരിക്കുന്നത്, അതുമല്ല ഇത്രയും വലിയൊരു കുറവ് അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്ക് റെയറായിട്ടാണ്, അങ്ങനെ കണ്ടിട്ടില്ല ഇത്രയും പെട്ടെന്ന് കുറയുന്നത്, അതും ഡോസേജ് തെറ്റിച്ചിട്ടും. അപ്പം നമ്മൾ ഒരു മാസം അത് കഴിച്ചു തുടങ്ങിയത് നമുക്ക് അത്ര ശരീരത്തിന് സ്യൂട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഈ 40 mg 20 ആയിട്ട് മോർണിംഗ് കഴിച്ച് നമ്മളത് 20 mg മാത്രമാക്കിയിട്ട് കഴിച്ചു തുടങ്ങി. അതായത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഒരു ഐഡിയൽ 60 ആണ്, എന്നിട്ടാണ് 40 തന്നതെന്നാണ്. എന്നിട്ട് നമ്മളത് 20 ആണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. മെഡിക്കൽ സയൻസിൻ്റെ ഡോസിനേക്കാളും പറയുന്ന ഡോസിനേക്കാളും കുറച്ചുള്ളൊരു എമൗണ്ട് മാത്രമാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് സെപ്റ്റംബറിലും നമ്മൾ 1000 മണി കൊന്ത എല്ലാവരും കൂടെ ചൊല്ലി ഉടമ്പടിയിൽ തുടർന്നുകൊണ്ട് പോന്നു. എല്ലാവരും ഉടമ്പടി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഒക്ടോബർ 16 ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. 23 ആയിരുന്നു അടുത്ത ടെസ്റ്റ്. അന്ന് എല്ലാവരും ശക്തമായിട്ട് മാതാവിൻ്റെ മാസം എല്ലാവരും ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഒക്ടോബർ 23 ടെസ്റ്റ് ചെയ്തത് വാല്യൂ വെറും 75 കുറഞ്ഞു. ഡോക്ടറിനും ഒത്തിരി അതിശയമായി. കാരണം നിങ്ങളാണ് ഇങ്ങനെ ഒരു ഡോസ് കഴിക്കുന്നത്, എന്നിട്ടും ഇത്രയും അധികം വാല്യൂ കുറഞ്ഞു. അത് ശക്തമായൊരു ഇടപെടൽ തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് അതോടുകൂടി തന്നെ മുന്നോട്ട് പോയി. പിന്നീട് ഡിസംബർ 4 ആയിരുന്നു അടുത്ത സ്കാൻ വരുന്നത്. അപ്പോൾ നവംബറിലും 1000 മണി കൊന്ത എല്ലാവരും കൂടെ ചൊല്ലി. അത് കഴിഞ്ഞ് ഡിസംബറിലായപ്പോഴത്തേനും നമ്മൾ AFP വാല്യൂ 4 ആയി. അത് ഭയങ്കര നോർമൽ വാല്യൂ, <10 നോർമൽ വാല്യൂ ആയിട്ട് തന്നെ നമുക്കത് കിട്ടി. ഇത്രയും ഡോക്ടർ പറഞ്ഞതിനേക്കാളും ചെറിയ ഡോസ് കഴിച്ചിട്ട് തന്നെ, പ്രിസ്ക്രിപ്ഷൻ തെറ്റിച്ചിട്ടും. പിന്നെ നമുക്ക് സ്കാനിൽ ആദ്യത്തേൽ അഗ്രസീവായിട്ട് എൻഹാൻസിങ് ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു ഗ്രോത്ത് പിന്നത്തെ സ്കാനിൽ എൻഹാൻസിങ്ങേ അല്ലാതെ റിമാർക്കബിൾ ഡിഫറൻസ് ആണ് പറഞ്ഞത് കമ്പയർഡ് ടു ഇത്. കാണാത്ത അത്രയും ഡിഫറൻസ്, എൻഹാൻസിങ് അല്ലാത്ത അത്രയും സൗഖ്യമാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഡിസംബറിലും പിന്നീട് ഞങ്ങൾ ജാനുവരി 22 ആയിരുന്നു അടുത്ത ടെസ്റ്റ് വരുന്നത്. അതും AFP വാല്യൂ 2 ആയിട്ട് കാണിച്ചു. ഇപ്പോഴും 1.7 ആ ഒരു റേഞ്ചിലാണ്. നമ്മളെല്ലാവരും ഉടമ്പടിയിൽ എല്ലാ നിയമങ്ങളും പാലിച്ച് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തികൾ ഇതിനോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാനും ഒത്തിരി മാറി. അപ്പോൾ എനിക്ക് എന്തോരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, ഞാൻ ഇങ്ങനെയാണ് മാറേണ്ടത് എന്നാണ് കൂടുതൽ ആലോചിച്ചത്. അപ്പോൾ ഇത്തിരി പേഴ്സണൽ ജീവിതത്തിലും മാതാവിനോട് കൂടുതൽ അടുക്കാൻ പറ്റി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കും, അല്ലാതെ കാരുണ്യ പ്രവർത്തനമായിട്ട് നമ്മൾ ആസ്പത്രികളിൽ പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരെ എല്ലാവരും ചേർന്ന് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലി അല്ലാണ്ടും ആസ്പത്രികളിൽ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരെ സഹായിച്ചു. അങ്ങനെ ഇപ്പോഴും നോർമൽ വാല്യൂ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോണു. ഈശോയ്ക്കും തിരുക്കുമാർ അമ്മയ്ക്കും ഒത്തിരി നന്ദി.